ഹായ് ഫ്രണ്ട്സ്, ഞാൻ സൗമ്യ ഷഫീഖ്. എല്ലാവർക്കും M4 ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് നിങ്ങൾക്ക് ടൈറ്റിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും. അപ്പോൾ അതുതന്നെയാണ് നമ്മുടെ മുഖകാന്തി വർദ്ധിപ്പിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന വളരെ സിമ്പിളായിട്ടുള്ള കുഞ്ഞു ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ നമ്മുടെ ഇന്നത്തെ സെലക്റ്റഡ് കമൻറ്റ്സ് നമുക്കൊന്ന് കാണാം. അതിനു മുന്നേ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ഈ ചാനൽ ഇപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കും ടിപ്സുകൾക്കും ഒക്കെ വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. ഫ്രീ സബ്സ്ക്രിപ്ഷന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ്. എൻ്റെ ഈ വീഡിയോയ്ക്ക് തൊട്ട് താഴെയായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ചുമന്ന സബ്സ്ക്രൈബ് എന്ന് എഴുതിയ ബട്ടൺ കാണാൻ സാധിക്കും. ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ കൂടെയായിട്ട് തന്നെ ഒരു കുഞ്ഞു ബെല്ലിൻ്റെ ഐക്കണും വരുന്നതായിരിക്കും. ജസ്റ്റ് അതുകൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. ബെല്ലൈക്കൺ എനേബിൾ ചെയ്തെങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ കമൻറ്റ്സ് ഒന്ന് കാണാം. അപ്പോൾ നമുക്കിനി നമ്മുടെ ആ കുഞ്ഞു കുഞ്ഞു ടിപ്സുകളൊന്ന് നോക്കാം. ഒന്നാമത്തെ ടിപ്സ് എന്ന് പറയുന്നത്, ഇതിനുവേണ്ടി നമുക്ക് വേണ്ടത് ഒരു പകുതി ആപ്പിള്, ഒരു സ്പൂണ് കൊണ്ടിട്ട് ഇതൊന്ന് ചുരണ്ടിയെടുക്കാം. നമുക്ക് ഇതിൽ ഒരു മുട്ടയും ഒരു വലിയ സ്പൂൺ പാലും ചേർത്ത് യോജിപ്പിച്ച് നമുക്ക് ഇത് മുഖത്തിടാം. ഈ ഒരു മിക്സ് ഇതൊരു 5 മിനിറ്റിന് ശേഷം ഇളം ചൂടുവെള്ളം കൊണ്ടിട്ട് കഴുകിക്കളയാം. ഇത്തരത്തിൽ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ മുഖകാന്തി വർദ്ധിപ്പിക്കാനായിട്ട് നല്ലൊരു വഴിയാണ്. ഇനി രണ്ടാമത്തേതെന്ന് പറയുന്നത്, ചെറുപയർ പൊടിയും തൈരും തുല്യ അളവിലെടുത്ത് മുഖത്ത് പുരട്ടി ഒരു 5 മിനിറ്റ് നമ്മുടെ കൈവിരലുകൾ കൊണ്ട് മസാജ് ചെയ്ത് നല്ല തണുത്ത വെള്ളത്തിൽ ഇതൊന്ന് കഴുകി കൂടി കൊടുക്കുക. നമ്മുടെ മുഖത്തിനാകെ ഒരു നിറം ലഭിക്കാനായിട്ട് ഇത് നമ്മളെ സഹായിക്കും. സാധാരണ ചർമ്മത്തിനും അതുപോലെ എണ്ണമയമുള്ള ചർമ്മത്തിനും യോജിച്ചതാണ് ഈ ഒരു സൗന്ദര്യക്കൂട്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതും ട്രൈ ചെയ്ത് നോക്കുക. ഇനി മൂന്നാമത്തേതെന്ന് പറയുന്നത്, ഇതിനുവേണ്ടി നമുക്കൊരു 3 ബദാം നന്നായി പൊടിച്ചതിലേക്ക് ഒരു വലിയ മിൽക്ക് ഫ്രഷ് ക്രീം ചേർത്ത് നമുക്ക് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇത് പുരട്ടി ഒരു 3 മിനിറ്റിന് ശേഷം നമുക്കിത് കഴുകിക്കളയാവുന്നതാണ്. വരണ്ട ചർമ്മത്തിന് തിളക്കവും നിറവും കിട്ടാനായിട്ട് സഹായിക്കുന്ന ഒരു ടിപ്പാണിത്. ഇനി നാലാമത്തേതെന്ന് പറയുന്നത്, ഇതിനുവേണ്ടി നമുക്കൊരു വലിയ സ്പൂൺ അരിപ്പൊടിയിൽ അല്പം ഓറഞ്ച് നീരൊഴിച്ച് പേസ്റ്റ് രൂപത്തിൽ ആക്കിയെടുക്കാം. ഇനി ഈ കൂട്ട് നമുക്ക് മുഖത്ത് പുരട്ടാം. ഇത് മുഖത്ത് പുരട്ടി ഒരു 3 മിനിറ്റ് നമുക്കൊന്ന് മസാജ് ചെയ്ത ശേഷം കഴുകിക്കളയാവുന്നതാണ്. ഇനി നമ്മുടെ അഞ്ചാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്, ഇതിനു വേണ്ടി നമുക്ക് വേണ്ടത് തൈരും തേനുമാണ്. തൈരും തേനും കൂടി ചേർത്ത് നമുക്ക് ഫേസ് പാക്ക് ഉണ്ടാക്കാം. ഇത് നമ്മൾ വെയിലേറ്റ് മുഖം കരുവാളിച്ചാൽ ഈ ഒരു ഫേസ് പാക്ക് മുഖത്തിട്ട് അല്പനേരത്തിന് ശേഷം കഴുകിക്കളഞ്ഞാൽ ആ ഒരു പ്രശ്നം, അതായത് വെയിലേറ്റ് നമ്മുടെ മുഖം കരുവാളിക്കുന്നത് ആ ഒരു കരുവാളിപ്പ് മാറിക്കിട്ടാനായിട്ട് നമ്മളെ സഹായിക്കുന്നതാണ്. പിന്നെ നമ്മുടെ ആറാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്, ഇതിനു വേണ്ടി നമുക്ക് വേണ്ടത് തക്കാളിയാണ്. തക്കാളി ഉടച്ചതിലേക്ക് അല്പം തേനും കൂടി യോജിപ്പിച്ച് ഈ ഒരു കൂട്ട് നമുക്ക് മുഖത്തിടാം. 1 മിനിറ്റ് നമുക്ക് ഇതൊന്ന് മസാജ് ചെയ്തുകൂടി കൊടുക്കണം. പിന്നെ ഒരു 3 മിനിറ്റിന് ശേഷം നമുക്ക് തണുത്ത വെള്ളത്തിൽ ഇത് കഴുകിക്കളയാവുന്നതാണ്. 2 ആഴ്ച മുടങ്ങാതെ ചെയ്താൽ തന്നെ കറുത്ത പാടുകൾ മായാൻ ഇത് നമ്മളെ സഹായിക്കും. 5 ദിവസം രാവിലെ വെറും 5 മിനിറ്റ് ഈ ഒരു തക്കാളി കൊണ്ട് നമ്മൾ മസാജ് ചെയ്താൽ തന്നെ മുഖക്കുരുവിൻ്റെ പാടുകൾ ഇല്ലാതാക്കാനായിട്ട് നമുക്ക് സഹായിക്കുന്നത്. അതിന് വേറൊന്നും വേണ്ട, തക്കാളി മാത്രം മതി. ഒരു 5 ദിവസം രാവിലെ വെറും തക്കാളി മാത്രം ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഇത്തരത്തിൽ നമ്മൾ ചെയ്താൽ നമ്മുടെ മുഖക്കുരു പാടുകൾ പൂർണ്ണമായിട്ടും മാറാനായിട്ട് സഹായിക്കുന്നതാണ്. ഇനി നമ്മുടെ ഏഴാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്, നമ്മുടെ മുഖകാന്തിക്കല്ല, ഇതൊരു സ്ക്രബ്ബറാണ്. നമ്മുടെ മുഖത്തിനും കൈകൾക്ക് മാത്രമല്ല, നമ്മുടെ ശരീരകാന്തി നിലനിർത്താനുമുണ്ട് ചില എളുപ്പവിദ്യകൾ. അതാണ് ഈ ഒരു സ്ക്രബ്. 2 ടേബിൾ സ്പൂൺ കാപ്പിപ്പൊടി എടുത്ത് അതിൽ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 4 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിലും കൂട്ടിച്ചേർത്താൽ മികച്ച ഒരു ബോഡി സ്ക്രബ് നമുക്ക് കിട്ടും. കുളിക്കുന്നതിന് മുമ്പായി ഇത് ഉപയോഗിച്ച് ചർമ്മം മസാജ് ചെയ്യാവുന്നതാണ്. ചർമ്മകോശങ്ങളിലെ അഴുക്കുകൾ അകറ്റി ശരീരചർമ്മം മൃദുലവും സുന്ദരവുമാക്കാൻ ഇത് നമ്മളെ സഹായിക്കുന്നതുമാണ്. അപ്പോൾ നമ്മുടെ ശരീര സൗന്ദര്യം നിലനിർത്താനും മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ നമ്മളെ സഹായിക്കുന്ന കുറച്ച് ടിപ്സുകളാണ് ഇവയൊക്കെ തന്നെയും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കഴിയുന്ന ടിപ്പുകൾ നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ പറയാനും മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം. അതുപോലെ
നിങ്ങൾ ആരെങ്കിലും എൻ്റെ ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കും ടിപ്സുകൾക്കും ഒക്കെ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഫ്രീ സബ്സ്ക്രിപ്ഷന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. എൻ്റെ ഈ വീഡിയോയ്ക്ക് തൊട്ട് താഴെയായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ചുമന്ന സബ്സ്ക്രൈബ് എന്ന് എഴുതിയ ഒരു ബട്ടൺ കാണാൻ സാധിക്കും. ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വരുന്ന ബെൽ ഐക്കണും മറക്കാതെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇതിലും മികച്ച ഒരു വീഡിയോയുമായിട്ട് നാളെ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.